എന്ന് പറയപ്പെട്ടാൽ ഹൃദയം തുടിക്കുക മാത്രമല്ല, വിശുദ്ധമായ ഖുർആനിലെ വചനങ്ങൾ അവന്റെ അരികിലേക്ക് ഓതപ്പെട്ട് കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് സാദത്തുഹും ഈമാനാ, അവരുടെ വിശ്വാസം കൂടുതൽ അധികരിക്കുന്നതാകുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. ഈമാനിന്റെ പ്രഭാപൂരണം ഹൃദയത്തിലേക്ക് കടന്നു വരട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് മാതൃകയല്ലേ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായിയായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ഇബ്നു മസ്ഊദേ, എനിക്ക് നീ ഒന്ന് ഖുർആൻ ഒന്ന് ഓതിത്തരണേ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് വഖദ് ഉൻസില ഇലൈക്കൽ ഖുർആൻ, തങ്ങൾക്കല്ലേ വിശുദ്ധമായ ഖുർആൻ അല്ലാഹു അവതരിപ്പിച്ചത്? ആ ഖുർആൻ ഞാൻ ഓതിത്തരുന്നാണോ തങ്ങൾ പറയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇബ്നു മസ്ഊദേ, ഞാനല്ലാത്ത മറ്റൊരാളിൽ നിന്ന് ഈ ഖുർആനിക വചനങ്ങളെ ഓതി കേൾക്കുന്നതിന് ഞാൻ ഇഷ്ടപ്പെടുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാമിലായ ഈമാനുള്ള വ്യക്തിത്വമല്ലേ? ഹബീബായ നബി തങ്ങൾ ഓതാൻ വേണ്ടി നിർദ്ദേശിക്കുകയാ. അനുയായിയായ സ്വഹാബിയായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖുർആൻ എടുക്കുകയാണ്, പാരായണം ചെയ്യുകയാണ്. പരിശുദ്ധ